എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. വർഷങ്ങളായി മലയാളികൾ ഈ ഡയലോഗ് കേട്ട് പൊട്ടിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് അതേ വരികൾ ഒരു വിടവാങ്ങൽ മൊഴിയായി നമ്മുടെ ഉള്ളിൽ തറച്ചു നിൽക്കുന്നു. നമസ്കാരം, സുപ്രധാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് മലയാള സിനിമയുടെ ആത്മനാടി തൊട്ടറിഞ്ഞ ഒരു മഹാപ്രതിഭയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നടൻ, തിരക്കഥാകൃത്ത്, സംവിധായകൻ, ആക്ഷേപഹാസ്യത്തിൻ്റെ തമ്പുരാൻ ശ്രീനിവാസൻ. ഇനി ഓർമ്മ. സാധാരണക്കാരൻ്റെ നിരാശകളെ ചിരിയായും ആ ചിരിയെ കൈപ്പുള്ള സത്യങ്ങളായും മാറ്റിയ ആ അതുല്യ കലാകാരൻ വിടവാങ്ങിയിരിക്കുന്നു. എറണാകുളം ടൗൺ ഹാളിൽ ഒത്തുകൂടിയ ആയിരങ്ങൾ ഒരു വലിയ കലാകാരന് വിട നൽകുകയല്ല, മറിച്ച് തങ്ങൾക്കായി സംസാരിച്ച ആ ശബ്ദത്തിന് നന്ദി പറയുകയായിരുന്നു. ശ്രീനിവാസന്റെ ഹാസ്യം ഒരിക്കലും ഒരു ഒളിച്ചോട്ടമായിരുന്നില്ല. അതൊരു നേർക്കുനേർ ഏറ്റുമുട്ടലായിരുന്നു. സൗമ്യവും എന്നാൽ മൂർച്ചയേറിയതുമായ ഏറ്റുമുട്ടൽ. തൊഴിലില്ലായ്മ, രാഷ്ട്രീയത്തിൻ്റെ കപട നാടകങ്ങൾ, മധ്യവർഗത്തിൻ്റെ അരക്ഷിതാവസ്ഥ, ഇതൊക്കെയും ഇത്രത്തോളം സത്യസന്ധമായി വരച്ചു കാട്ടിയ മറ്റൊരു എഴുത്തുകാരൻ നമുക്കില്ല. സമൂഹത്തെ വെറുതെ പരിഹസിക്കാനല്ല, മറിച്ച് ആ സമൂഹത്തിൻ്റെ കണ്ണാടിയാകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ദാസനിലും വിജയനിലും മലയാളി കണ്ടത് സ്വന്തം മുഖം തന്നെയായിരുന്നു. ശ്രീനിവാസനും മോഹൻലാലും തമ്മിലുള്ള ആത്മബന്ധം സിനിമയ്ക്കും അപ്പുറമായിരുന്നു. അതൊരു സാംസ്കാരിക അടയാളമായിരുന്നു. അവർ സ്ക്രീനിൽ പങ്കിട്ട ആ മനോഹരമായ പിണക്കങ്ങളും ഇണക്കങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകളായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്ര പറയാതെ ശ്രീനി മടങ്ങി എന്ന മോഹൻലാലിൻ്റെ വാക്കുകൾ ഇന്ന് ഓരോ മലയാളിയുടെയും ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നു. 5 പതിറ്റാണ്ടുകൾ, 200-ലധികം സിനിമകൾ, 60ഓളം തിരക്കഥകൾ, മലയാള സിനിമയുടെ സുവർണകാലമായ 80കളിലും 90കളിലും അദ്ദേഹത്തിൻ്റെ കൈമുദ്ര പതിയാത്ത സിനിമകൾ കുറവായിരുന്നു. ഓടരുതമ്മാവ, ആളറിയാം മുതൽ വരവേൽപ്പ് വരെ ഹാസ്യത്തിൽ പൊതിഞ്ഞ സാമൂഹിക യാഥാർത്ഥ്യങ്ങളായിരുന്നു. സംവിധായകൻ എന്ന നിലയിൽ വടക്ക് നോക്കി യന്ത്രം ഒരു മനുഷ്യൻ്റെ അപകർഷതാ ബോധത്തെയും, ചിന്താവിഷ്ടയായ ശ്യാമള ഒരു കുടുംബത്തിൻ്റെ ജീവിതത്തെയും സൂക്ഷ്മമായി പരിശോധിച്ചു. സന്ദേശം എന്ന സിനിമയിലൂടെ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ വിമർശനം ദശകങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും അക്ഷരം പ്രതി ശരിയായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങൾ അനേകമാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം മറ്റൊന്നായിരുന്നു. തിരക്കഥയെ സൂപ്പർ സ്റ്റാറാക്കിയ സിനിമാ ശൈലി. അവിടെ തമാശയ്ക്ക് ഉത്തരവാദിത്വമുണ്ടായിരുന്നു. ചിരിക്കുമ്പോഴും അത് മനസാക്ഷിയെ ഉണർത്തിയിരുന്നു. അസുഖബാധിതനായിരുന്നപ്പോഴും തൻ്റെ മക്കളായ വിനീതും ധ്യാനും സിനിമയിൽ തങ്ങളുടേതായ പാത കണ്ടെത്തുന്നത് അദ്ദേഹം സന്തോഷത്തോടെ നോക്കിക്കണ്ടു. അവസാന നിമിഷം വരെ സിനിമ അദ്ദേഹത്തിൻ്റെ ജീവശ്വാസമായിരുന്നു എന്ന് തന്നെ പറയാം. ഇന്ന് മലയാള സിനിമയുടെ ചിരിയിൽ പൊതിഞ്ഞ മനസാക്ഷിയാണ് ഇല്ലാതെയായത്. പക്ഷേ അദ്ദേഹം ബാക്കി വെച്ചു പോയ ആ അനശ്വര കഥാപാത്രങ്ങൾ നമുക്കിടയിൽ എന്നും ജീവിക്കും. സത്യം വിളിച്ചു പറയാൻ ഹാസ്യത്തെക്കാൾ വലിയ ആയുധമില്ലെന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് വിജയൻ പണ്ട് ദാസനോട് പറഞ്ഞു. ഇന്ന് ആ സമയം എത്തിയിരിക്കുന്നു. ആ മഹാകലാകാരന് നമുക്ക് അവസാന വന്ദനം നൽകാനുള്ള സമയം. പ്രിയപ്പെട്ട ശ്രീനിവാസന് ആദരാഞ്ജലികൾ. സുപ്രധാനം ഇനി ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കണക്കാണ്. അക്കങ്ങൾ പറയുന്ന ജനവിധി. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം വോട്ട് ചെയ്തത് എങ്ങനെ? വാർഡ് അടിസ്ഥാനത്തിലുള്ള വിജയങ്ങൾക്കും തലക്കെട്ടുകൾക്കും അപ്പുറം 2025 കേരള തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന വോട്ട് വിഹിത കണക്കുകൾ പുറത്തു വരുമ്പോൾ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചിത്രം കൂടുതൽ വ്യക്തമാകുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ പോരാട്ടത്തിൽ
ജനങ്ങൾ ആർക്കൊപ്പമായിരുന്നു എന്ന് ഈ അക്കങ്ങൾ പറഞ്ഞു തരും. ഡിസംബർ 19 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കോൺഗ്രസ് നയിക്കുന്ന UDF സംസ്ഥാനത്ത് ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ 38.81% നേടി ഒന്നാമതെത്തി. ഭരണകക്ഷിയായ LDF 33.45% വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്താണ്. BJP നയിക്കുന്ന NDA 14.71% വോട്ട് നേടി. സ്വതന്ത്രരും ചെറുകക്ഷികളും ചേർന്ന് 13%-ലധികം വോട്ടുകൾ പങ്കിട്ടു. സംസ്ഥാനത്തെ ആകെയുള്ള 2.12 കോടി വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിച്ചപ്പോൾ 74.25% എന്ന ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തി. താഴെത്തട്ടിലുള്ള രാഷ്ട്രീയത്തിൽ ജനങ്ങൾക്കുള്ള വലിയ താൽപ്പര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഭരണതലങ്ങളിലെ കണക്കുകൾ എങ്ങനെയെന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്തുകളിൽ UDF ആധിപത്യം ഉറപ്പിച്ചു. ആകെയുള്ള പഞ്ചായത്തുകളിൽ 505 എണ്ണം UDF നേടിയപ്പോൾ LDFന് 340 ഇടങ്ങളിൽ മാത്രമേ വിജയിക്കാനായുള്ളൂ. മുനിസിപ്പാലിറ്റികളിൽ UDF 54 എണ്ണം നേടിയപ്പോൾ LDFന് 28 എണ്ണത്തിൽ ഒതുങ്ങേണ്ടി വന്നു. അർദ്ധ നഗര മേഖലകളിൽ UDFന് അനുകൂലമായ വലിയ തരംഗമുണ്ടായെന്ന് ഇത് വ്യക്തമാക്കുന്നു. കോർപ്പറേഷൻ ഫലങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയം. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിൽ 4 എണ്ണവും, അതായത് കൊച്ചി, തൃശൂർ, കണ്ണൂർ, കൊല്ലം എന്നിവ UDF പിടിച്ചെടുത്തു. LDFന് കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് നിലനിർത്താനായത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിലെ വലിയ അട്ടിമറി നടന്നത് തലസ്ഥാനത്താണ്. 4 പതിറ്റാണ്ട് കാലത്തെ ഇടത് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ NDA സ്വന്തമാക്കി. ജില്ലാ പഞ്ചായത്തുകളുടെ കാര്യത്തിൽ ഇരു മുന്നണികളും തുല്യ ശക്തികളായി. 7 ജില്ലകൾ വീതം UDFും LDFും പങ്കിട്ടു. താഴെത്തട്ടിൽ UDF വലിയ മുന്നേറ്റം നടത്തിയെങ്കിലും ഉന്നത ഭരണതലങ്ങളിൽ മത്സരം ഇപ്പോഴും കടുത്തതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം LDFന് വർഷങ്ങൾക്കിടയിലുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. ഭരണവിരുദ്ധ വികാരം, വിലക്കയറ്റം, ശബരിമല ഉൾപ്പെടെയുള്ള വൈകാരിക വിഷയങ്ങളുടെ തിരിച്ചുവരവ് എന്നിവ ഇടതുപക്ഷത്തിന്റെ പരാജയത്തിന് കാരണമായതായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. NDAയെ സംബന്ധിച്ചിടത്തോളം മൊത്തം വോട്ട് വിഹിതം 15%-ൽ താഴെയാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേടിയ 34.5% വോട്ട് വിഹിതം ശ്രദ്ധേയമാണ്. അവരുടെ നഗര കേന്ദ്രീകൃതമായ തന്ത്രങ്ങൾ ഫലം കാണുന്നു എന്നതിൻ്റെ സൂചനയാണിത്. ചുരുക്കത്തിൽ ഈ കണക്കുകൾ ഒരു കാര്യം അടിവരയിടുന്നു. കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ മാറ്റം പ്രകടമാണ്. ഇടതുപക്ഷത്തിന് ഇതൊരു മുന്നറിയിപ്പാണ്. NDA ഇപ്പോഴും ഒരു ചെറിയ ശക്തിയാണെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അവരെ ഇനി മാറ്റി നിർത്താനാവില്ല. കൗൺസിലുകൾ രൂപീകരിച്ച് മുന്നണികൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഈ അക്കങ്ങളായിരിക്കും 2026 മഹാപോരാട്ടത്തിന്റെ അടിസ്ഥാനം. സുപ്രധാനത്തിൽ ഇനി നാം ഒരു ദേശീയ രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്യുന്നു. ബീഹാർ മുഖ്യമന്ത്രി വിവാദ ചുഴിയിൽ ഹിജാബ് വലിച്ചു മാറ്റിയ സംഭവം ദേശീയ തലത്തിൽ രാഷ്ട്രീയ നിയമ പ്രക്ഷോഭമാകുന്നു. ഡിസംബർ 15 മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ പട്നയിലെ വസതിയായ സംവാദിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിലായിരുന്നു വിവാദ സംഭവം. പുതുതായി നിയമിതരായ ആയുഷ് ഡോക്ടർമാർക്ക് നിയമന ഉത്തരവ് വിതരണം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നിയമിതരിൽ ഒരാളായ ഡോക്ടർ നുസ്രത് പർവീൻ വേദിയിലെത്തിയപ്പോൾ അവരുടെ മുഖം ഭാഗികമായി മറച്ചുകൊണ്ട് ഹിജാബ് ധരിച്ചിരുന്നു. ചടങ്ങിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ പ്രകാരം ഇതെന്താണ് എന്ന് അത്ഭുതത്തോടെ ചോദിച്ചുകൊണ്ട് നിതീഷ് കുമാർ ഡോക്ടറുടെ ഹിജാബ് താഴേക്ക് വലിച്ചു മാറ്റാൻ ശ്രമിക്കുന്നത് കാണാം. അപ്രതീക്ഷിതമായ ഈ പ്രവൃത്തിയിൽ ഡോക്ടർ അമ്പരന്ന് നിൽക്കുന്നതും വേദിയിലുണ്ടായിരുന്ന ചിലർ ഇത് കണ്ട് ചിരിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഒപ്പമുണ്ടായിരുന്ന ഉപമുഖ്യമന്ത്രി സമ്രാട്ട് ചൗധരി മുഖ്യമന്ത്രിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. സംഭവം പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നത്. ഒരു സ്ത്രീയുടെ ശാരീരിക അവകാശത്തെയും സ്വകാര്യതയെയും മുഖ്യമന്ത്രി ലംഘിച്ചുവെന്ന് RJDയും കോൺഗ്രസും ആരോപിച്ചു. ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, PDP നേതാവ് ഇൽജിദ മുഫ്തി എന്നിവർ
സംഭവത്തെ കഠിനമായി അപലപിച്ചു. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും മതവികാരം വ്രണപ്പെടുത്തിയതിനും ലഖ്നൗ, ശ്രീനഗർ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാതികൾ ഫയൽ ചെയ്തിട്ടുണ്ട്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടലും മനുഷ്യാവകാശ പ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുവശത്ത് JDUവും BJPയും മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടേത് ഒരു പിതൃതുല്യമായ സ്നേഹപ്രകടനമായിരുന്നു എന്നും ജോലി ലഭിക്കുന്ന ഉദ്യോഗസ്ഥയുടെ മുഖം തിരിച്ചറിയാനുള്ള ശ്രമം മാത്രമായിരുന്നു എന്നുമാണ് അവരുടെ വാദം. എന്നാൽ കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ പ്രതികരണം തീയിൽ എണ്ണ പകരുന്നതായിരുന്നു. സർക്കാർ ജോലി വാങ്ങുന്നവർ മുഖം കാണിക്കണം, അതിന് തയ്യാറായില്ലെങ്കിൽ നരകത്തിൽ പോകാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ആദ്യഘട്ടത്തിൽ ഡോക്ടർ നുസ്രത്ത് പർവീൻ കടുത്ത മാനസിക സംഘർഷത്തിലാണെന്നും ജോലിയിൽ പ്രവേശിക്കില്ലെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഡോക്ടർ ജോലിയിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചതായും വിവാദങ്ങൾ മറന്നു മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഗവൺമെന്റ് TB കോളേജ് അധികൃതർ അറിയിച്ചു. കുടുംബവും വിഷയം കൂടുതൽ വഷളാക്കാൻ താൽപ്പര്യപ്പെടുന്നില്ലെന്ന് വ്യക്തമാക്കി. ഹിജാബ് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ കേന്ദ്രമായുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്ന് നിതീഷ് കുമാറിന് വധഭീഷണി ഉയർന്നത് സുരക്ഷാ ഏജൻസികളെ ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ബീഹാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഭീഷണി മുഴക്കിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യാൻ നടപടി തുടങ്ങുകയും ചെയ്തു. ഒരു ഔദ്യോഗിക വേദിയിൽ നടന്ന ഈ സംഭവം ബീഹാറിന്റെ അതിരുകൾ കടന്ന് ദേശീയ തലത്തിൽ അധികാരവും ലിംഗസമത്വവും മതപരമായ സ്വത്വവും തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ചുള്ള വലിയ സംവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ കോളിളക്കമാണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നാം ഇനി ചർച്ച ചെയ്യുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം ചരിത്രത്തിലേക്ക്. ഗ്രാമീണ തൊഴിൽ മേഖലയിൽ കേന്ദ്രത്തിന്റെ വൻ അഴിച്ചുപണി. ഇന്ത്യയിലെ ഗ്രാമീണ ഉപജീവനത്തിന്റെ നട്ടെല്ലായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം അഥവാ MGNREGA കേന്ദ്ര സർക്കാർ റദ്ദാക്കി. 2 പതിറ്റാണ്ട് നീണ്ട ചരിത്രത്തിനാണ് ഇതോടെ അന്ത്യമാകുന്നത്. ഡിസംബർ 18, 19 തീയതികളിൽ പാർലമെന്റ് പാസാക്കിയ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ ബിൽ 2025 ഇനി മുതൽ ഗ്രാമീണ തൊഴിൽ മേഖല നിയന്ത്രിക്കും. അവകാശാധിഷ്ഠിതമായ ഒരു പദ്ധതിയിൽ നിന്ന് ബജറ്റ് പരിധിക്കുള്ളിൽ നിൽക്കുന്ന ക്ഷേമ പദ്ധതിയായി ഇത് മാറുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. പുതിയ നിയമപ്രകാരം പ്രതിവർഷ തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ കടുത്ത നിബന്ധനകൾ സർക്കാർ ഏർപ്പെടുത്തി. പ്രധാന കൃഷി സീസണുകളിൽ, അതായത് വിതയ്ക്കൽ, വിളവെടുപ്പ് കാലം എന്നീ സമയങ്ങളിൽ പദ്ധതി 60 ദിവസത്തേക്ക് നിർത്തിവെക്കും. ഇതിനെ അഗ്രികൾച്ചറൽ പോസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാർഷിക മേഖലയിൽ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനാണ് ഈ നീക്കമെന്ന് കേന്ദ്രം വാദിക്കുമ്പോൾ ഗ്രാമീണ തൊഴിലാളികളുടെ വരുമാന സുരക്ഷയെ ഇത് തകർക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പദ്ധതിയുടെ സാമ്പത്തിക ഘടനയിൽ വരുത്തിയ മാറ്റമാണ് സംസ്ഥാനങ്ങളെ പ്രകോപിപ്പിക്കുന്നത്. മുൻപ് വേതനം പൂർണ്ണമായും കേന്ദ്രമാണ് നൽകിയിരുന്നതെങ്കിൽ പുതിയ നിയമപ്രകാരം ചെലവ് 60:40 എന്ന അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനവും പങ്കിടണം. ഈ നീക്കം ഫെഡറൽ സംവിധാനത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ആരോപിക്കുന്നു. കേരളത്തിന് മാത്രം പ്രതിവർഷം 1600 മുതൽ 2500 കോടി രൂപ വരെ ഇതിലൂടെ അധിക സാമ്പത്തിക ബാധ്യതയുണ്ടാകുമെന്നാണ് പ്രാഥമിക കണക്ക്. തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാനപരമായ തത്വശാസ്ത്രത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത്. പഴയ നിയമപ്രകാരം തൊഴിൽ ചോദിക്കുന്നവർക്ക് അത് നൽകാൻ സർക്കാർ ബാധ്യസ്ഥമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ കേന്ദ്രം നിശ്ചയിക്കുന്ന ബജറ്റ് പരിധിക്കുള്ളിൽ മാത്രമേ സംസ്ഥാനങ്ങൾക്ക് തൊഴിൽ നൽകാൻ സാധിക്കൂ. കൂടാതെ ബിഗ് ഡേറ്റ, GPS നിരീക്ഷണം, ബയോമെട്രിക് ഹാജർ എന്നിവ നിർബന്ധിതമാക്കി. ഇത് അഴിമതി തടയാനാണെന്ന് കേന്ദ്രം പറയുന്നുണ്ടെങ്കിലും പാവപ്പെട്ട തൊഴിലാളികൾ സാങ്കേതിക നൂലാമാലകളിൽപ്പെട്ട് പുറന്തള്ളപ്പെടുമോ എന്ന ആശങ്ക ശക്തമാണ്. മാത്രമല്ല, ജലസുരക്ഷ, അടിസ്ഥാന സൗകര്യ വികസനം, കാലാവസ്ഥാ പ്രതിരോധം തുടങ്ങിയ 4 മേഖലകളിലേക്ക് മാത്രമായി പദ്ധതി പ്രവർത്തനങ്ങളെ പരിമിതപ്പെടുത്തി.
പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിയതിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം കടുത്ത പ്രതിഷേധത്തിലാണ്. ഗാന്ധിയൻ സങ്കല്പങ്ങളെയും മുൻ സർക്കാരിന്റെ നേട്ടങ്ങളെയും മായ്ക്കാനാണ് വികസിത് ഭാരത് എന്ന പേര് നൽകിയതെന്ന് അവർ ആരോപിക്കുന്നു. 2047ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ള പരിവർത്തനമാണിതെന്ന് സർക്കാർ മറുപടി നൽകുന്നു. ഈ നിയമപരമായ മാറ്റം ഇന്ത്യയിലെ കോടിക്കണക്കിന് ഗ്രാമീണ തൊഴിലാളികളുടെ ജീവിതത്തിൽ എന്ത് ചലനമുണ്ടാക്കുമെന്ന് വരും മാസങ്ങളിൽ വ്യക്തമാകും. അവകാശങ്ങളിൽ നിന്ന് സാമ്പത്തിക പരിധികളിലേക്കുള്ള ഈ മാറ്റം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ഞാൻ സുഷമ. ഇന്നത്തെ വാർത്താ സുപ്രധാനം അവസാനിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചതിനും നിങ്ങളുടെ സമയം നൽകി ശ്രവിച്ചതിനും നന്ദി.